അടുത്ത ടോപ്പിക്കാണ് ലാസ്റ്റ് ഇൻ ദിസ് മോഡ്യൂൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിമാൻഡ് തിയറി ക്യാരക്ടറിസ്റ്റിക് ഡിമാൻഡ് തിയറി ഓർ ലങ്കാസ്റ്റേറിയൻ തിയറി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഹൗ ഇസ് ദ ഡിമാൻഡ് ഡിറ്റർമിൻ ഓൺ ദ ബേസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനിയിപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ കെൽവിൻ ലങ്കാസ്റ്റർ ഒരു കോൺസെപ്റ്റ് പുട്ട് ഫോർത്ത് ചെയ്തു. അതായത് പീപ്പിളുടെ ഡിമാൻഡ് ബേസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഓർ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് എ കമ്മോഡിറ്റി ആണ് ഒരു കമ്മോഡിറ്റീൻ്റെ ഡിമാൻഡ് തീരുമാനിക്കുന്ന അതിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒരേ കമ്മോഡിറ്റിക്ക് ഒരു കമ്മോഡിറ്റി, അതായത് ഒരേ കമ്മോഡിറ്റിക്ക് ഇത് കോമ്പറ്റീഷനിലുണ്ടാകുമ്പോൾ ഒരേ സാധനം തന്നെ രണ്ട് തരമായിട്ട് രണ്ട് ബ്രാൻഡ്സ് ഉണ്ടാവും ഒരേ സാധനത്തിൻ്റെ. ആ ബ്രാൻഡ്സിന് സെയിം ആവും, പക്ഷേ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വ്യത്യാസം ഉണ്ടാവും, അതായത് ആട്രിബ്യൂട്ട്സ് വ്യത്യാസം ഉണ്ടാവും. അതാണ് അയാൾ പുട്ട് ഫോർത്ത് ചെയ്ത്. അത് വെച്ചിട്ട് നമുക്ക് ഡിമാൻഡ് തീരുമാനിക്കാൻ പറ്റും. And according to this theory, ഒരു കമ്മോഡിറ്റിയുടെ യൂട്ടിലിറ്റി അതിൻ്റെ കണ്ടൻസ് വെച്ചിട്ടല്ല, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയുള്ള കണ്ടൻസ് ഓഫ് ദ ബാസ്ക്കറ്റ്, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും, ഏതൊക്കെയാണ് സാധനങ്ങൾ വാങ്ങാൻ പറ്റും, അത് വെച്ചിട്ടല്ല, അതായത് പ്രൈസ് അല്ല തീരുമാനിക്കുന്നത്, പക്ഷേ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ആണ് ഒരു സാധനം നമ്മൾ എടുക്കാനുള്ള അല്ലെങ്കിൽ വാങ്ങാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. അത് കാൽവിൻ ലങ്കാസ്റ്റർ 1966 വർക്കിംഗ് പേപ്പർ എ ന്യൂ അപ്രോച്ച് ടു കൺസ്യൂമർ തിയറിയാണ് ഡെവലപ്പ് ചെയ്തത്. ദിസ് അപ്രോച്ച് അലൗസ് us to predict how preferences will change when we change the options or the basket presented to a consumer. എങ്ങനെയാണ് ഒരു കൺസ്യൂമറിൻ്റെ പ്രിഫറൻസസ് മാറുന്നത് when we show a basket of commodities. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാരണമാണ്. എങ്ങനെയാണ് ഒരു how will the consumer's preference change when there is a change, the options or baskets presented to the consumer. ഒരു കമ്മോഡിറ്റി എങ്ങനെയാണ് ഒരു കൺസ്യൂമർ ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രിഫറൻസസ് ചൂസ് ചെയ്യുന്നത്. സപ്പോസ് യു ആർ ഗിവിങ് എ ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റീസ് ടു എ കൺസ്യൂമർ ആൻഡ് അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ദാറ്റ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് മേക്കപ്പ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ മാറുന്ന വെച്ചാൽ അതനുസരിച്ചത് ആണ് മാറ്റം വരിക എന്നാണ് പറയുന്നത്. വിത്ത് കൺവെൻഷണൽ തിയറി the introduction of a new option meant we could not reliably predict how this would slot into the consumer's preference map. കൺവെൻഷണൽ തിയറിയിൽ ന്യൂ ഓപ്ഷൻസ് വരുമ്പോൾ, അതായത് പുതിയ ബ്രാൻഡ്സ് വരുമ്പോൾ കൺവെൻഷണൽ തിയറിയിൽ അതിലൊന്നും പറയില്ല. അതായത് ന്യൂ ബ്രാൻഡ്സ് ഒരേപോലത്തെ ബ്രാൻഡ് ആണെങ്കിൽ എന്താണ് കൺസ്യൂമേഴ്സ് ചെയ്യുകയെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. However, by relying on a study of characteristics rather than goods and services, we can predict how changes will affect a consumer's behavior without needing to start once again empirically. അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിനെ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് കൺസ്യൂമർ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട്. അത് നമുക്ക് മാത്തമാറ്റിക്കലി ആയിട്ടും പ്രൂവ് ചെയ്യാൻ പറ്റും. ദിസ് അലൗസ് ടു കാൽക്കുലേറ്റ് ഷാഡോ പ്രൈസസ് ഫോർ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് വിത്തൗട്ട് ഹാവിങ് എ പ്രൈസ് ഫോർ ദ ഗുഡ് ഇറ്റ് സെൽഫ് ബൈ അസോസിയേറ്റിംഗ് ദ യൂട്ടിലിറ്റി ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് മേക്ക് അപ്പ് ദ ഗുഡ് റാദർ ദാൻ ദ ഗുഡ് ഇറ്റ് സെൽഫ്. അതായത് ഇത് നമ്മളുടെ ഷാഡോ പ്രൈസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമുക്ക് അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് കമ്മോഡിറ്റീൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിൻ്റെ ഡിമാൻഡ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി ആ ഒരു ഗുഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. അത് നോട്ട് ദ ഗുഡ് ഇറ്റ് സെൽഫ്, ഗുഡ് മാത്രമല്ല ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ യൂട്ടിലിറ്റി പ്രൈസും ഡിറൈവ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷാഡോ പ്രൈസസ് വെച്ചിട്ട് നമുക്ക് യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ പറ്റും. അതിന് നമുക്കൊരു എംപെരിക്കൽ എവിഡൻസ് ഇല്ല. ആസ് ലങ്കാസ്റ്റർ ആൾസോ ലെൻസ് ഇറ്റ്സെൽഫ് ടു ബിൽഡിംഗ് യൂട്ടിലിറ്റി ഫങ്ഷൻസ്. അത് വെച്ചിട്ട് നമുക്ക് യൂട്ടിലിറ്റി ഫങ്ഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. ലങ്കാസ്റ്റർ പറഞ്ഞു ബേസ്ഡ് ഓൺ ദ amount ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് rather than amount ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ഗുഡ് ഇൻ പെർട്ടിക്കുലർ. അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫങ്ഷൻ തീരുമാനിക്കാൻ പറ്റും, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ലങ്കാസ്റ്റർ പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഡിമാൻഡ് തിയറി ഓൾസോ ഹെൽപ്സ് us to justify the existence of brands. രണ്ട് ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് ഇത് പറയും. മറ്റേ കൺവെൻഷണൽ തിയറിയിൽ അങ്ങനെ രണ്ട് ബ്രാൻഡ്സിൻ്റെ കോൺസെപ്റ്റ് ഇതുവരെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
luxury brands may be able to charge a different price for the products by differentiating themselves from competitors that sell similar commodities. Same commodities ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സർപ്രൈസ് അല്ലെങ്കിൽ ചാർജ് അവർക്ക് ഒരു കമ്മോഡിറ്റിക്ക് കൊടുക്കുക, അങ്ങനെ അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് ഇനിയിപ്പോൾ ഡയഗ്രത്തിൽ നോക്കാം. First diagram, we suppose that both brands have the same characteristics and are perfect competitions. They will choose the basket that maximizes their total consumption. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡയഗ്രാം. A2 പറഞ്ഞ ആട്രിബ്യൂട്ട് ഒരു A2 y ആക്സിസിൽ എടുക്കുന്നു, A1 ഒരു ആട്രിബ്യൂട്ട് എക്സ് ആക്സിസിൽ എടുക്കുന്നു. രണ്ട് ബ്രാൻഡ്സ് ഉണ്ട്, ബ്രാൻഡ് 1ഉം ബ്രാൻഡ് 2. ഇതിൽ ഒരു പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ബ്രാൻഡ് 1 എന്ന് വെച്ചാൽ കൂടുതലായിട്ട് A2ൻ്റെ ആട്രിബ്യൂട്ട്സ് ഉള്ളതും A1 മറ്റേ ബ്രാൻഡ് 2 ആണെങ്കിൽ A2ൻ്റെ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു കമ്മോഡിറ്റി ആവും. ഇത് രണ്ടിൻ്റെയും നമ്മൾ കമ്മോഡിറ്റീസ് ആവും. അപ്പോൾ ഇതിൻ്റെ ലൈനിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം, ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ബ്രാൻഡ് 1 ആവാം, ബ്രാൻഡ് 2. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് അവൻ്റെ യൂട്ടിലിറ്റി മാക്സിമൈസിങ് ഫങ്ഷനാണ് മൂന്ന് ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത്. ഫസ്റ്റ് ഓരോ ബ്രാൻഡ്സ്, ഓരോ പൊസിഷനിൽ നമുക്ക് ഓരോ ബ്രാൻഡ്സ് നമുക്ക് ആദ്യം നമുക്ക് വാങ്ങാൻ പറ്റും. ആൻഡ് കൺസ്യൂമേഴ്സ് മാക്സിമം യൂട്ടിലിറ്റി സാറ്റിസ്ഫാക്ഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ ബ്രാൻഡ് 1 കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ് A2ൻ്റെയും ബ്രാൻഡ് 2 പറഞ്ഞാൽ A1ൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആവും കൂടുതൽ. This means that it will end up to opt for a cheaper brand. അതിൽ ഇൻഡിഫറൻസ് കർവ് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് ഏറ്റവും കുറവുള്ളത്? ഫോർ എക്സാമ്പിൾ ഒരു കമ്മോഡിറ്റി ഉണ്ട് വിചാരിച്ചോളൂ, അതിനോട് അവർക്ക് വാങ്ങാൻ പറ്റിയത് ഒരു എമൗണ്ട് ഉണ്ട് കയ്യിൽ, അതിനോട് ഫസ്റ്റ് യൂട്ടിലിറ്റി കർവ് വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് A1 എന്ന പൊസിഷനിൽ 2 കിട്ടും. അതേ പൈസ വെച്ചിട്ട് നമുക്ക് ബ്രാൻഡ് 2ൽ B എന്നുള്ള പൊസിഷനിൽ കിട്ടും. പക്ഷേ ആ കൺസ്യൂമർ ഏതാ വാങ്ങുക ചോദിച്ചു കഴിഞ്ഞാൽ ഹയർ ഇൻഡിഫറൻസ് കർവ് A ആണ് അയാൾ വാങ്ങുക. ബിക്കോസ് ബ്രാൻഡ് 2ൽ അയാൾ ഹയർ ഇൻഡിഫറൻസ് മാക്സിമം സോഷ്യൽ സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. ഇനി അടുത്തത് A2 ആണ്, A ആണ് കൂടുതൽ ആൾക്കാർ വാങ്ങണമെന്ന് മനസ്സിലാക്കി. A കൂടുതൽ ആൾക്കാർ വാങ്ങുന്നുണ്ടെങ്കിൽ ബ്രാൻഡ് 1 നോക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ അയാളുടെ സാധനങ്ങൾ വാങ്ങണം. ഇത് കാണുമ്പോൾ ബ്രാൻഡ് 1 എന്ത് ചെയ്യും വെച്ചാൽ അതിൻ്റെ പ്രൈസ് കുറയ്ക്കും. പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഇൻഡിഫറൻസ് കർവ് സിയിലെത്തും, അതിൽ ബ്രാൻഡ് 1. എന്നാലും ഹയർ ഇൻഡിഫറൻസ് കർവ് A1 എത്തില്ല, A എത്തില്ല. അതുകൊണ്ട് സ്റ്റിൽ കൺസ്യൂമേഴ്സ് വിൽ പർച്ചേസ് ദ പൊസിഷൻ A. സോ ഇത് തന്നെയാണ് പിന്നെയും പറയുന്നത്. Suppose for a given amount we are able to buy either a certain amount of brand 1 or certain amount of brand 2. We choose A since it's a higher indifference curve. Point C represents a higher utility curve achieved by a drop of price in brand 1. However, even though brand 1 can get cheaper, we'll assume still consume A since it remains on a higher indifference curve. അതാണ് ആൾക്കാർ പിന്നെയും ഹയർ ഇൻഡിഫറൻസ് കർവിലാണ് നിൽക്കുന്നത്. ഇതിൽ ഇനിയിപ്പോൾ ലങ്കാസ്റ്ററിൻ്റെ ഒരു സൊല്യൂഷനാണ് കാണുന്നത്. ബിയും എയുടെ ഇടയിൽ സി നിൽക്കണു, അത് കഴിഞ്ഞിട്ട് അടുത്ത ഇൻഡിഫറൻസ് കർവിൽ ഡി എന്നുള്ള ഒരു പൊസിഷൻ. ഓക്കെ, in the second diagram, if we look Lancaster demand, our utility functions will be based on the characteristics that each basket contains and rather than on the amount of each type of good. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിനായിട്ട് എല്ലാവരും ബിലീവ് ചെയ്യണത്. ഹിയർ ഇറ്റ് ഈസ് നോ ലോങ്കർ ഓർ ഓൾ ഓർ നത്തിങ്. നോ ലോങ്കർ ഓൾ ഓർ നത്തിങ്. വി ക്യാൻ അലൗ ഫോർ കോൺവെക്സ് ഡിമാൻഡ് കർവ്. ഇപ്പോഴാണ് നമ്മൾ കോൺവെക്സ് ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ലങ്കാസ്റ്റർ ഡിമാൻഡ് കർവ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ പൊസിഷൻ കൺസംഷൻ പോയിന്റ് സി ആണ്. സപ്പോസ് if the price of one brand drops, we will change അതിൽ ഇപ്പോൾ സി ഒരു ഓപ്ഷൻ എടുത്തു, ഒരു സാധനത്തിൻ്റെ വില കുറഞ്ഞു എങ്കിൽ we will change the outcome. അപ്പോൾ ഔട്ട്കം മാറ്റേണ്ടി വരും. വി ഓപ്റ്റ് ഫോർ പൊസിഷൻ ഡി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സി എന്ന പൊസിഷൻ കൺസിഡർ ചെയ്തും പിന്നെയും ഡൗൺഫോൾ ഓഫ് പ്രൈസ് ഉണ്ടെങ്കിൽ ഇവിടെ ഡിയിലേക്ക് എത്തും തിരിച്ച്. ഇതാണ് ലങ്കാസ്റ്റർ ഡിമാൻഡ് കർവ്. അതായത് ലങ്കാസ്റ്റർ ഡിമാൻഡ് കർവ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ ബേസിസിലാണ്. ബ്രാൻഡ് 1 ബ്രാൻഡ് 2 രണ്ട് കമ്മോഡിറ്റീസ് ഉണ്ട്. രണ്ട് കമ്മോഡിറ്റീസിൻ്റെയും യൂട്ടിലിറ്റി ഫങ്ഷൻസ് വരയ്ക്കുകയാണ്. യൂട്ടിലിറ്റി ഫങ്ഷൻസ് വരയ്ക്കുമ്പോൾ ബ്രാൻഡ് 1ൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ് A2ൻ്റെ ഉണ്ടാവും, ബ്രാൻഡ് 2ൽ A1ൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും.
ഇനി സപ്പോസ് ഒരു കൺസ്യൂമർ എന്നെ സംബന്ധിച്ച് കുറച്ച് എമൗണ്ട് ഉണ്ട്, അവർക്ക് അതിനോട് അവർക്ക് എ വാങ്ങാം, അല്ലെങ്കിൽ ദാറ്റ് ബ്രാൻഡ് 2ൻ്റെ എ അല്ലെങ്കിൽ ബ്രാൻഡ് 1ൻ്റെ അതേ എമൗണ്ട് വെച്ചിട്ട് ബി വാങ്ങാം. അപ്പോൾ ഇനി അഥവാ ഇത് ബിയോ എയോ വാങ്ങും, പക്ഷേ എ ആണ് ഹയർ ഡിഫറൻസ് കർവിലുള്ളത്. അതുകൊണ്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ ബ്രാൻഡ് 1ൻ്റെ ആൾക്കാർ പൈസ കുറച്ച് കുറയ്ക്കും. പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ പുതിയൊരു പോയിന്റിലെത്തും C1. പക്ഷേ സി എന്ന പൊസിഷന് നോക്കിക്കഴിഞ്ഞാലും A1 എന്ന ഡിഫറൻസ് കർവ് ഹയർ ആണ്. അതുകൊണ്ട് പിന്നെയും ആൾക്കാർ എ എന്ന് തന്നെ പ്രിഫർ ചെയ്യുള്ളൂ. ഈ സമയത്താണ് ലങ്കാസ്റ്റർ ഒരു ഇത് പറഞ്ഞത്, അതായത് ഒരു കമോഡിറ്റീൻ്റെ ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ ഇടയിലൊരു പോയിന്റ്, അതായത് സി എന്ന പോയിന്റ് കൺസിഡർ ചെയ്യും. ആ സിന്ന് സപ്പോസ് പിന്നെയും പ്രൈസ് ഫോൾ ആവുകയാണെങ്കിൽ നമ്മൾ ഡി എന്ന പൊസിഷൻ സെലക്ട് ചെയ്യും. ഇതാണ് ലങ്കാസ്റ്റർ തിയറി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് തിയറി ഓഫ് ഡിമാൻഡ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഒരു മോഡ്യൂൾ ഇതോടെ തീരുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യുക എല്ലാം തീർന്നിട്ടുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, താങ്ക് യു.